വായിക്കാ? കണ്ടിട്ട് നിനക്ക് എന്തേ തോന്നുന്നത്? ചേച്ചി എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ വെറുതെ ഒരു വിശേഷം ചോദിച്ചതല്ലേ, കണ്ടിട്ട് ബുക്ക് വായിക്കുകയാണെന്ന് തന്നെയാ തോന്നുന്നത്. ഓ നന്നായി, പിന്നെ കിന്നാരം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ പാവം എന്റെ ചേച്ചി. എന്താ, എന്തു പറ്റി? എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ ഇരിക്കണേ. കുറെ സമയമായല്ലോ നീ തുടങ്ങിയിട്ട്, എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്താ? ഇക്കാലത്ത് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നത് പാവം എന്റെ ചേച്ചി മാത്രമായിരിക്കും. അതെന്തേ, ഇപ്പൊ ആരും ബുക്കൊന്നും വായിക്കാറില്ലേ? ഇല്ല, ഇപ്പൊ ആരുടെ കയ്യിലാ ബുക്കൊക്കെ ഉള്ളത്? ഇപ്പൊ എല്ലാവർക്കും മൊബൈൽ ഫോണല്ലേ. പാവം എന്റെ ചേച്ചി എന്ന് പറഞ്ഞ ഞാനതാ, എന്റെ ചേച്ചിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ലല്ലോ. ഓ അതാണോ കാര്യം? ഞാനതിന് ഇതുവരെ മൊബൈൽ ഫോണിന് ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്റെ ചേച്ചി ഒരു പാവമായത് കൊണ്ടല്ലേ മൊബൈൽ ഫോണിനൊന്നും ആവശ്യപ്പെടാത്തത്. ചേച്ചി ആവശ്യപ്പെട്ടാൽ മമ്മി എന്തായാലും ചേച്ചിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരില്ലേ? എന്റെ ചേച്ചി, ഇക്കാലത്ത് നമ്മുടെ കയ്യിൽ സ്വന്തമായി ഫോൺ ഇല്ലാത്തത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. എന്റെ ഫ്രണ്ടിലെ നീനുവിന്റെ ചേച്ചിക്ക് ഐഫോണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഈ ചേച്ചിക്കാണെങ്കിൽ ഒരു നോക്കിയ ഫോൺ വരെ ഇല്ല. ചേച്ചിക്ക് പുറത്തൊന്നും പോകുമ്പോൾ നാണക്കേടില്ലേ സ്വന്തമായിട്ടൊരു ഫോൺ ഇല്ലാത്തത് കൊണ്ട്? അതിന് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ ഇല്ലാന്നല്ലേ ഉള്ളൂ, നമ്മൾ മമ്മിയുടെ ഫോൺ ഉപയോഗിക്കാറില്ലേ. ഇപ്പൊ തൽക്കാലം എനിക്ക് ആ ഫോൺ മതി. എന്റെ ചേച്ചി ഇങ്ങനെ ഒരു പഴഞ്ചൻ രീതിയിൽ ജീവിക്കാതെ ന്യൂ ജനറേഷനിലേക്ക് വാ. സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂ. ഇതൊരുമാതിരി ബുക്കും വായിച്ചോണ്ട് പഴയ കാലത്തെ പോലെ. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. സ്വന്തമായിട്ട് ഫോണിന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തായാലും ഇവിടെ നടക്കില്ല. മമ്മി ഒരിക്കലും എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ചു തരില്ല. പിന്നെ വെറുതെ അത് ആശിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ പിന്നെ ഞാൻ അതിനൊന്നും വേണ്ടി ശ്രമിക്കാത്തത്. ചേച്ചിക്ക് ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഐഡിയ പറഞ്ഞതിന് മുന്നേ ചേച്ചി ഒരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്ത് പ്രോമിസ്? ചേച്ചിക്ക് എന്നാ ഫോൺ കിട്ടിയാൽ എനിക്ക് അതിൽ നിന്ന് ഗെയിം കളിക്കാൻ തരണം. അങ്ങനെ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ചേച്ചിക്ക് ഫോൺ സംഘടിപ്പിച്ചു തരാം. ഹമ്പട കേബി, അപ്പൊ അതാണല്ലേ നിന്റെ ഉദ്ദേശം? എനിക്കൊരു ഫോൺ വാങ്ങിച്ചാൽ നിനക്കും അതിൽ നിന്ന് കളിക്കാലോ. അല്ലാതെ പിന്നെ ചേച്ചിയെ കൊണ്ടൊരു ഫോൺ വാങ്ങിച്ചിട്ട് വേണം അത് എനിക്ക് ഉപയോഗിക്കാൻ. അല്ലാതെ ചേച്ചിക്ക് ഫോൺ ഇല്ലാത്തതിൽ എനിക്കൊരു വിഷമമില്ല. എനിക്കൊക്കെ മനസ്സിലായി. കാളവാല പൊക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു തരികിടയുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ചേച്ചിക്ക് ഇപ്പൊ ഫോൺ വേണോ വേണ്ടയോ? ഫോണൊക്കെ വേണമായിരുന്നു, പക്ഷേ അത് കിട്ടോ? കിട്ടാനൊരു വഴിയുണ്ട്. എന്തു വഴിയാത്? വേഗം പറഞ്ഞേ. നമുക്ക് മമ്മിയെ സോപ്പിടാം. മമ്മിയെ മെല്ലെ മെല്ലെ സോപ്പിട്ട് നമുക്ക് കാര്യം അവതരിപ്പിക്കാം. അപ്പൊ എന്തായാലും മമ്മി ഒരു ഫോൺ വാങ്ങിച്ചു തരും. നമ്മൾ ഇതുവരെ മമ്മിയോട് ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടില്ലല്ലോ. അതൊക്കെ നടക്കുമോ? എന്റെ ചേച്ചി ഇങ്ങനെ നെഗറ്റീവ് പറയാതെ. നടക്കും, എന്തായാലും നടക്കും. ചേച്ചി എന്റെ കൂടെ നിന്നാ മതി. മമ്മി എന്താ സോഫയെ കിടക്കുന്നു, ഞാൻ പോയി മമ്മിയെ മെല്ലെ സോപ്പിടട്ടെ. അപ്പൊ ചേച്ചി വന്ന് കാര്യം അവതരിപ്പിച്ചാ മതി. നീ പറയുന്നത് പോലെ ചെയ്യാം. നടക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാനേ. ചേച്ചി എന്റെ കൂടെ വാ. ശരി, എങ്കിൽ ചെല്ലു നീ. എന്തോരം പണിയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴുള്ള ഒരു സുഖം. ഇവിടെ കിടക്കുകയാണല്ലേ കൊച്ചു കള്ളി. മമ്മി വന്നു ഞാൻ. എന്തിനാണ് കൊച്ചു എന്റെ കാലിട്ട് വലിക്കുന്നത്? മര്യാദയ്ക്ക് ഒന്നും കൂടെ സമ്മതിക്കൂലേ? എന്ത് ചോദ്യം മമ്മി ഇത്? അമ്മയുടെ കാല് തടവാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്തോ ഒന്ന് സോപ്പിടല. എടി ലച്ചു ചേച്ചി, നിങ്ങൾ വന്നടി. അപ്പൊ ഇവൾക്ക് മാത്രമല്ല മറ്റവൾക്കും കൊണ്ട് എന്തോ ഒരു കാര്യം. മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ലടി, കുറച്ച് നന്നായിട്ട് കാലങ്ങ് തിരുമിക്കോ എന്നാ. എടി പിങ്കിമോളെ, നീ ചേച്ചി വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. അതെ, ചേച്ചിയും കൂടെ മമ്മിയുടെ കാല് തടവാൻ വേണ്ടിയായിരുന്നു. അതിനെന്താ, ഞാൻ കൂടെ സഹായിക്കാലോ. നിക്ക്. അതെ, പൊന്നു മക്കൾക്ക് എന്ത് കാര്യമാ സാധിക്കേണ്ടതെന്ന് പറ. എന്നിട്ട് വന്നിട്ട് കാലും കൈയൊക്കെ പിടിക്കാട്ടാ. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയണത്? ഞങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യാൻ സമ്മതിക്കൂലേ? അത് ശരി, എന്നാലേ മമ്മി ഇപ്പൊ വരാം. മമ്മിക്ക് കുറച്ചും കൂടെ പണി തീർക്കാനുണ്ട്. അയ്യോ, മമ്മി പോവുകയാണോ? നിക്ക് മമ്മി, പോകല്ലേ. എനിക്ക് അടുക്കളയിലെ പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് പറയുന്നത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ എന്നെ കിട്ടൂല. മമ്മി ഒന്ന് ഇവിടെ ഇരുന്നേ. ചേച്ചിക്ക് ഒരു കാര്യം പറയണ്ട മമ്മിയോട്. അത് കേട്ടിട്ടേ മമ്മി പോട്. വേഗം പറ പിള്ളേരെ ഇങ്ങോട്ട്. അത് പിന്നെ മമ്മി. ഇവൾമാരെയും കൊണ്ട് ആ പിന്നെയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം കാര്യം പറ കൊച്ചേ. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേർക്കും ഉപയോഗിക്കാനായിട്ട് ഒരു ഫോൺ വാങ്ങി തരുമോ മമ്മി? അത്രേ ഉള്ളോ? ഫോൺ മാത്രം മതിയോ? ഒരാൾക്ക് മതിയോ അതോ രണ്ടുപേർക്കും വേണോ? മമ്മി പറഞ്ഞോട്ടെ, കേൾക്കട്ടെ. വില കൂടിയത് വേണോ, വില കുറഞ്ഞത് വേണോ, ഏത് ടൈപ്പ് വേണം? ഐഫോൺ വേണോ, സാംസങ് മതിയോ? നിങ്ങൾക്ക് ഏതാ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം സാംസങ് മതി മമ്മി, അതാവുമ്പോ വലിയ വിലയില്ല. എന്തായാലും പിങ്കിമോളെ, അത് പോരെ? എന്നാലേ മക്കൾ ഒരു കാര്യം ചെയ്യും. മുറ്റത്തെ അച്ഛൻ പണം കഴിക്കുന്ന മരം കുഴിച്ചിട്ട് വെച്ചിട്ടില്ലേ, അതുമ്മ പോയിട്ട് കുറച്ച് പണം പറിച്ചിട്ട് വാ. മമ്മി
എന്തോ നടി കിടന്ന് കൂവുന്നത്? നിങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം വാങ്ങി തരുന്നതിന്റെ അഹങ്കാരമല്ലേ ഈ കാണിക്കുന്നത്? അല്ല, അതല്ല, എനിക്ക് മനസ്സിലാവാതെ ഇതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫോൺ എങ്ങനെ ഉപയോഗിക്കും? രണ്ടാളും കൂടെ ഇവിടെ ഇരുന്ന് ടിവിന്റെ റിമോട്ടിന് വേണ്ടി അടി കൂടിയത് മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? അങ്ങനെയുള്ള രണ്ടാളാണോ ഫോൺ ഷെയർ ചെയ്യാൻ പോകുന്നത്? ഒന്ന് പോ പിള്ളേരെ അവിടുന്ന്, മനുഷ്യന്റെ സമയം കളയാനായിട്ട്. ഫോൺ വേണം പോലെ ഫോണ്. നിനക്കിപ്പോ സമാധാനമായില്ലേ? വെറുതെ ശശിയാവാൻ വേണ്ടിട്ട് ഓരോന്നിനും തുള്ളിക്കോളും. ഇപ്പൊ ഫോണുമില്ല, മമ്മിയുടെ കയ്യിൽ ചീത്തയും ബാക്കി. മനുഷ്യൻ എന്തൊക്കെ കൊതിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. ഇതിപ്പോ പവനായി ശവമായി. അയ്യോ ചേച്ചി പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പോടി വേണ്ട അവിടുന്ന്. അവളുടെ ഒരു സാംസങ്. മൊത്തം കുളമായല്ലോ. എന്റെ ദൈവമേ, എന്റെ ജോലികളൊന്നും തീർന്നില്ലല്ലോ. സമയം ഒരുപാട് വൈകി. അതെങ്ങനെയാ? ആരെങ്കിലും ഒക്കെ ഒന്ന് സഹായിച്ചാലല്ലേ ജോലികളൊക്കെ എളുപ്പത്തിൽ തീരുകയുള്ളൂ. എന്തോരം പച്ചക്കറികളാ കറി വെക്കാൻ അരിയാനുള്ളത്. ഇതൊക്കെ ഇനി എപ്പ അറിഞ്ഞിട്ട് കറി വെക്കാനാ? സമയമാണെങ്കിൽ ഒരുപാട് വൈകുകയും ചെയ്തല്ലോ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. തല്ല് പിടിക്കാൻ മാത്രം കൊള്ളാം. ഇവർക്ക് ഇനിയും എണീക്കാനായില്ലേ? സ്കൂൾ ബസ് വരാനായല്ലോ. രണ്ടിന് സ്കൂൾ ബസ് വരുന്നത് വരെ കിടക്കാനായിരിക്കും ഉദ്ദേശം. കുഞ്ഞാറ്റേ, കുഞ്ഞാവേ. അയ്യോ ദൈവമേ, എന്റെ കാല് നാശം. എന്റെ കാലി കസേരക്കെട്ട് കുത്തിയല്ലോ. നാശം പിടിച്ച് കസേര ഇത് ആരാണോ ഇവിടെ കൊണ്ടുവച്ചത്? ഞാൻ തന്നെയാവും, അല്ലാതെ ഇപ്പൊ ഇത് ആരിവിടെ കൊണ്ടുവെക്കാനാ? ഈ പിള്ളേരെ കൊണ്ട് വയ്യാതായല്ലോ. രാവിലെ തന്നെ മനുഷ്യന്റെ മൂട് കളയാൻ. കാലും കുത്തി സമയം പോയി. എഡിറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, വിളിച്ച് എന്റെ തൊണ്ട പോയി. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. സ്കൂൾ ബസ് ഇപ്പൊ വരുമല്ലോ. രണ്ടിനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? നാശം പിടിച്ച കസേര ഇവിടെയുമുണ്ടോ? ഇപ്പോൾ എന്റെ കാല് കുത്തിയനെ. ഇതാരായി വിളിക്കണത്? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനൊന്ന് ഉറങ്ങട്ടെ. രണ്ടുപേരോടെ ഞാൻ പറയുന്നത്, ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? അയ്യോ അമ്മ, അമ്മയായിരിക്കും വിളിക്കണത്. അമ്മയായിരുന്നോ വിളിച്ചത്? അല്ലടി, അല്ല, എന്റെ പ്രേതമാ വിളിച്ചത്. രണ്ടുപേർക്കും സ്കൂൾ പോകണമെന്നുള്ള ബോധമില്ലേ? ഞാനേ ഇവരോട് കുറെ സമയമായി പറയുന്നു, വേഗം പോയിട്ട് കുളിച്ച് റെഡിയാവാൻ. ഓഹോ, അപ്പൊ കൊച്ചു തമ്പുരാട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞോ? ഈ അമ്മയുടെ ഒരു കാര്യം. അതല്ല അമ്മ, ഇവിടെ കുളിച്ചതിന് ശേഷം എനിക്ക് കുളിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കേമി, നീ ആദ്യം പോയി കുളിക്ക്, എന്നിട്ടേ ഞാൻ കുളിക്കുന്നുള്ളൂ. അത് വേണ്ട, നീ ആദ്യം പോയി കുളിക്ക്, എന്നിട്ടേ ഞാൻ കുളിക്കുന്നുള്ളൂ. അതെന്താ, നിനക്കിന്ന് സ്കൂളിലൊന്നും പോകണ്ടേ? എനിക്ക് ആകെ 2 മിനിറ്റ് മതി റെഡിയാവാൻ. നിനക്കല്ല ഒരുപാട് സമയം വേണ്ട റെഡിയാവാൻ. അതുകൊണ്ട് നീ ആദ്യം പോയി കുളിക്ക്, എന്നിട്ട് ഞാൻ കുളിച്ച് റെഡി ആയിക്കോളാം. അത് ശരിയാ നീ പറഞ്ഞത്. നിനക്കാവുമ്പോഴേ കാക്കക്കുളിയും കുളിച്ച് ഇറങ്ങിയാൽ മതിയല്ലോ. എന്നെ പോലെ തേച്ചരച്ച് കുളിക്കണ്ടല്ലോ. കുഞ്ഞാറ്റെ, രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടോ? രണ്ടും കൂടെ കുറെ സമയമായി തുടങ്ങിയിട്ട്. നിനക്ക് ഇപ്പൊ എന്റെ വായിലിരിക്കണ കേൾക്കേണ്ടി വരും. രണ്ടുപേരോടെ പറഞ്ഞത് വേഗം പോയി കുളിച്ച് റെഡിയാവാൻ. നിനക്കൊക്കെ രാവിലെ എണീക്കണമെന്നോ സ്കൂൾ പോകണമെന്നോ എന്നുള്ള വല്ല വിചാരവുമുണ്ടോ? രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തുകൂടെ? സ്വന്തം ടിഫിനെങ്കിലും ഒന്ന് പാക്ക് ചെയ്തുകൂടെ? രണ്ടിനും തല്ലി പിടിക്കാൻ മാത്രം അറിയാം. ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും റെഡിയായി നിന്നോളണം. നിനക്കിപ്പോ സമാധാനമായില്ലേ? നിന്റെ പറച്ചൽ കേട്ടത് ഞാനെന്തോ ചെയ്തെന്ന്. അതിന് ഞാനെന്ത് ചെയ്തെന്ന്? ചെയ്തതൊക്കെ കണ്ടില്ലേ? ഇനിയിപ്പോ എന്തോന്ന് ചെയ്യാനാ? എടി കുഞ്ഞാറ്റെ, തുറക്ക് കുഞ്ഞാറ്റെ, ഒന്ന് വേഗം തുറക്കാൻ. എന്താടി നിനക്ക്? ഞാനെന്തിനാ ബാത്റൂം തുറക്കണത്? നിനക്ക് കുറെ സമയം വേണം കുളിക്കാൻ. ഞാൻ ആദ്യം കുളിക്കട്ടെ. ഇത്ര നേരമായിട്ട് നിനക്കത് പറ്റിയില്ലല്ലോ. ഇനിയിപ്പോ ഞാൻ കുളിക്കട്ടെ. ഇനി അഥവാ നിനക്ക് അത്രക്ക് ആവശ്യമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അപ്പത്തെ റൂമിൽ പോയിട്ട് അച്ഛന്റെ ബാത്റൂമിൽ നിന്ന് കുളിച്ചോ. അമ്മ, അമ്മ. തുടങ്ങിയോ രണ്ടും കൂടി? എന്തിനാണ് രാത്രി തന്നെ കിടന്ന് മോണത്? അമ്മ, ഞാൻ കുളിക്കാൻ കയറുമ്പോൾ അവൾ ഓടിക്കയറി. എന്നാലേ നീ അപ്പുറത്തെ ബാത്റൂമിൽ പോയി കുളിക്ക്. ഇല്ല, ഞാൻ എവിടെ കുളിക്കും? മുല്ലപ്പൂ സോപ്പ് ഈ ബാത്റൂമിലാ. എന്റെ ദൈവമേ, ഞാൻ തോറ്റി ഇവരെ കൊണ്ട്. നിങ്ങൾ രണ്ടും ഇങ്ങോട്ട് ഒരു സ്വസ്ഥത ഇല്ലാണ്ടായിരുന്നത്. അമ്മ, കേട്ടില്ല അവളുടെ ഒരു അഹങ്കാരം. സ്കൂളിൽ പോകാൻ ഒരുപാട് വൈകി, എന്നിട്ട് അവളുടെ ഒരു മുല്ലപ്പൂ സോപ്പ്. മിണ്ടാൻ അവളോട് അങ്ങോട്ടങ്ങ് മാറി നിന്ന് മോങ്ങാൻ പറയാമ്മ. പെണ്ണെ, എനിക്ക് ചൊറിഞ്ഞു വരണുണ്ട് കേട്ടോ. അവളുടെ ഒരു മുല്ലപ്പൂ സോപ്പ്. അതെന്താടി, മുല്ലപ്പൂ സോപ്പ് തേച്ച് കുളിച്ചാൽ മാത്രമേ നീ വെളുക്കത്തുള്ളൂ? അല്ലെങ്കിൽ തന്നെ കാക്കക്കുളി കുളിച്ചിറങ്ങാൻ എന്തിനാ അമ്മ മുല്ലപ്പൂ സോപ്പ്? നീ അധികം കിളിക്കണ്ട. എനിക്ക് കാക്കക്കുളി കുളിക്കാനെങ്കിലും സോപ്പ് വേണമല്ലോ. നിനക്ക് കുളിക്കാൻ തന്നെ സോപ്പ് വേണ്ടല്ലോ. അതെനിക്കറിയാം. പെണ്ണേ, എനിക്കത് അറിയത്തില്ലായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും കൂടെ? ഒരു മുല്ലപ്പൂ സോപ്പ് തേച്ച് കുളിക്കാൻ 2 സുന്ദരികൾ വന്നിരിക്കുന്നു. രണ്ടിനോട് ഞാൻ മര്യാദയ്ക്ക് പറയാം, വേഗം കുളിച്ച് റെഡി ആയിക്കാം. ബസ് അങ്ങ് വന്നിട്ട് ഇവിടെ നിന്നും ഹോൺ അടിച്ചാൽ രണ്ടിന്റെ മുട്ടും കഴിഞ്ഞാൽ തല്ലി ഓടിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെയുണ്ടോ എവിടെയെങ്കിലും രണ്ടെണ്ണം? കിട്ടണം. കിട്ടിയാ പോരടി നിനക്ക്, കിട്ടിയാ പോരാ.
അവളുടെ ഒരു മുല്ലപ്പൂ സോപ്പ്. ഇന്നലെ ഞായറാഴ്ച ആയിട്ട് പോലും നമുക്കൊരു റെസ്റ്റുമില്ല. 24 മണിക്കൂർ നീ അടുക്കളക്കാർ കുത്തിരിക്കാനേ എനിക്ക് നേരം ഉണ്ടാവുകയുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാൻ കഴിക്കാം. ഒരു റെസ്റ്റുമില്ലല്ലോ ദൈവമേ. പണിയെടുത്ത് മനുഷ്യന്റെ നടുവടിയാറായി. എന്റെ ദൈവമേ, എന്തോരം പാത്രങ്ങളാ. ഈ പാത്രങ്ങളൊക്കെ ഇനി എപ്പോ കഴുകി തീരാനാ? ഇവിടെ വല്ല ഡിഷ് വാഷർ വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഈ പാത്രങ്ങളൊക്കെ കഴുകി മനുഷ്യന് മടുത്തു. ഇതിൽ നിന്നൊക്കെ എപ്പോഴാണോ എനിക്കൊരു മോചനം ഉണ്ടാവുക? മോളെ ലച്ചൂസേ, എന്താ മമ്മി വിളിച്ചേ? ആ മോളെ, അമ്മക്കിന്ന് പിടിപ്പറ പണിയുണ്ട്. മമ്മിയുടെ പണിയൊന്നും കഴിഞ്ഞില്ല. മോളെ മമ്മിക്ക് പാത്രങ്ങൾ കഴുകി തരുമോ? എന്താണ് മമ്മി പറയണത്? മമ്മിക്കറിയില്ല എനിക്ക് സോപ്പ് അലർജി ഉണ്ടെന്ന്. സോപ്പ് അലർജിയോ? നിനക്കിപ്പോ വന്ന്? ഇതാ പറയണത്. മമ്മിക്ക് ഇടിയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ആണോ മക്കളെ വിഷമിക്കണ്ടേട്ടാ. മമ്മി പാത്രം കഴുകാനേ വാഷിംഗ് ഗ്ലാസ് വാങ്ങി വെച്ചിട്ടുണ്ട്. മക്കൾ വീട്ടോട് പാത്രം കഴുകി വെച്ചോട്ടോ. വാഷിംഗ് ഗ്ലാസോ? മമ്മി ഇതൊക്കെ എപ്പോ വാങ്ങി? നിന്നെ പോലെ പഠിച്ചുള്ള വീട്ടിലെ ഇതെല്ലാം ഇതിനപ്പുറം വാങ്ങേണ്ടി വരും. മമ്മിയോട് ഞാൻ ഇന്ന് സത്യം പറയാലോ? മമ്മിക്കറിയാലോ എനിക്ക് മമ്മിയോട് കള്ളം പറയാനൊന്നും പറ്റില്ലെന്ന്. മമ്മിയില്ലേ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ എനിക്ക് ക്യൂടെക്സ് വാങ്ങിച്ചെന്നില്ലേ, ഒരു പുതിയ ക്യൂടെക്സ്. ഞാനത് ഇട്ടേക്കും മമ്മി. അയ്യോ പാവ മമ്മി, ഞങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാ അത്രയും പൈസയുടെ ക്യൂടെക്സ് ഒക്കെ വാങ്ങിയത്. എന്തിനാ മമ്മി അത്രയും പൈസയുടെ ക്യൂടെക്സ് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകി കളയുന്നത്? മമ്മിക്ക് വേറൊന്നും തോന്നല്ലേ മമ്മി? ക്യൂടെക്സ് ഇട്ടില്ലായിരുന്നെങ്കിലേ മമ്മി പറയാതെ ഞാൻ ഇതൊക്കെ കഴുകി തന്നേനെ. അയ്യോ ചോ മമ്മിയുടെ മുത്ത് ഇങ്ങനെ വിഷമിക്കാതെ. മമ്മിയുടെ കയ്യിലെ ഇനി ക്യൂടെക്സ് വാങ്ങി തരാനുള്ള പൈസയൊക്കെ ഉണ്ട് കേട്ടോ. അതായിട്ട് മമ്മിയുടെ പൊന്നു മോളെ വിഷമിക്കണ്ട കേട്ടോ. മമ്മിയുടെ മോള് വേഗം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി തന്നെ. എന്തൊക്കെ പറഞ്ഞിട്ട് ഈ മമ്മി എന്നെ വിടാനുള്ള ഒരു ലക്ഷണവും ഇല്ലല്ലോ. നീ എന്താണ് പുറകിൽ നിന്നും പിറവിറക്കുന്നത്? അതെന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി മമ്മി. നാളെ എനിക്ക് മാത്സിന്റെ ടെസ്റ്റ് എക്സാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ പഠിക്കാനുണ്ട് മമ്മി. അതെടി അതെനിക്കറിയാം. അത് നിനക്ക് എപ്പോ ഉള്ളതാണല്ലോ. എന്ത് പറഞ്ഞാലും നിനക്ക് ഒരു കുന്നോളം പഠിക്കാനുള്ള കഥ. ഞാനെന്ത് ചെയ്യാനാ മമ്മി ഈ ടീച്ചർമാരുടെ ഒക്കെ ഒരു കാര്യം? ഞാനൊരു കാര്യം ചെയ്യാം. ഞാനേ ഈ പാത്രം കഴുകാനേ ഇപ്പൊ പിങ്കി മോളെ ഇങ്ങോട്ടേക്ക് വിടാം. അയ്യോ ആരൊന്നും ചെയ്യണ്ട, ഒന്ന് പോയി തന്നാ മതി ഇവിടുന്ന്. എന്നാ ശരി മമ്മി, ഞാൻ പോയി പഠിക്കട്ടെ. എവിടുന്നാണാവോ ദൈവമേ എനിക്ക് ഇങ്ങനെ രണ്ട് മക്കളെ കിട്ടിയത്. അതെവിടുന്നാ ഇത്രയും നല്ല മണം വരുന്നത്? അമ്മേ ഫ്രഞ്ച് ഫ്രൈസോ? ഇതെവിടുന്ന് കിട്ടി ചേച്ചിക്ക്? എവിടുന്ന് കിട്ടിയെന്നോ? എവിടുന്ന് കിട്ടാൻ? ഇതെനിക്ക് എന്റെ മമ്മി ഉണ്ടാക്കി തന്നത്. എന്താ ചേച്ചി പറയുന്നത്? മമ്മിയോ? അപ്പൊ മമ്മി എനിക്ക് ഉണ്ടാക്കി തന്നില്ലല്ലോ. സൂപ്പർ. എന്താന്നറിയില്ല പിങ്കി മോളെ, എന്തൊരു ടേസ്റ്റ് ഇതിന്. ചേച്ചി 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 പ്ലീസ് ചേച്ചി എനിക്ക് ഒരെണ്ണം തരുവോ പ്ലീസ് ചേച്ചി? ഒന്ന് പോടി അവിടുന്ന്. നീയേ ഇത് മാത്രം എന്നോട് ചോദിക്കണ്ട, ഞാൻ തരില്ല. എന്തോന്ന് ചേച്ചി ഇത്? ഞാൻ ഒരെണ്ണല്ലേ ചോദിച്ചുള്ളൂ, എനിക്ക് ഒരെണ്ണം തന്നുകൂടെ? അല്ലടി നിനക്കിത് ഞാൻ ഈ ബക്കറ്റോടെ തരാം. ആഹാ ചേച്ചി കത്രക്കായോ? ഞാനിതിപ്പോ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ ചേച്ചി എനിക്ക് ഒരെണ്ണം പോലും തന്നില്ലെന്ന് എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കും മമ്മിയോട്. അയ്യേ പിങ്കി മോളെ നീ ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ഇനി ഇതിലാകെ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. ചേച്ചി പ്ലീസ് ചേച്ചി ആ ഒരെണ്ണെങ്കിലും എനിക്ക് താ. അയ്യോ സോറി പിങ്കി മോളെ, നടക്കൂല. എന്താണെന്നറിയില്ല ഈ ഫ്രഞ്ച് ഫ്രൈസിന് എന്താണോ ഇത്രയും ടേസ്റ്റ്. എനിക്കറിയാം ചേച്ചിക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. അയ്യേ മമ്മിക്കും നിന്നോട് സ്നേഹമില്ല, ആർക്കും നിന്നോട് സ്നേഹമില്ല. അല്ലെങ്കിലും ആർക്കും വേണ്ടാത്ത കുട്ടിയാണല്ലോ ഞാൻ. മക്കളെ പിങ്കി മോളെ നീ വിഷമിക്കാതിരിക്കേ. മമ്മി എന്തുകൊണ്ടായി ഫ്രഞ്ച് ഫ്രൈസ് ചേച്ചിക്കുണ്ടായി തന്നുള്ള സീക്രട്ട് മമ്മക്കൊക്കെ അറിയാമോ? എന്റെ പൊന്നു ചേച്ചിയല്ലെന്ന് വേഗം പറഞ്ഞു തന്നോ. അതെ ചേച്ചി നേരത്തെ പഠിച്ചോണ്ടിരുന്നപ്പോഴേ ചേച്ചിക്ക് വെള്ളം കുടിക്കാൻ നയിച്ചു. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് കിച്ചണിലേക്ക് പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ മമ്മി കിച്ചണിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ ഓർത്തു പാവം നമ്മുടെ മമ്മിയല്ലേ, മമ്മീനെ ആരും സഹായിക്കാനില്ലല്ലോ, നമ്മൾ വേണ്ട മമ്മിയെ സഹായിക്കാനേ. അപ്പൊ ഞാൻ എന്ത് പണിയെടുത്തു? മമ്മി പറയാതെ തന്നെ മമ്മിക്ക് വേണ്ടിട്ട് മുഴുവൻ പണികളും ചെയ്തു കൊടുത്തു. ഞാനുണ്ടല്ലോ പിങ്കി മോളെ, ഞാൻ മമ്മിക്ക് വേണ്ടിട്ട് പച്ചക്കറികൾ അരിഞ്ഞു കൊടുത്തു, എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കൊടുത്തു, എന്നിട്ട് മുറികളൊക്കെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി കൊടുത്തു. ഈ പണികളൊക്കെ ചേച്ചി ചെയ്തെന്നോ? സാധാരണ ഈ പണികളൊന്നും ചേച്ചി ചെയ്യാറില്ലല്ലോ. ഇതാ നിന്റെ കുഴപ്പം. നിനക്കൊക്കെ ഒരു സഹായമായിക്കോട്ടെ എന്ന് കൊണ്ട് പറഞ്ഞു തരുമ്പോ എന്റെ വിട്ടിട്ട് കയറാം. അയ്യോ ഇല്ല ചേച്ചി പറഞ്ഞതാ. ആ ശരി ഞാനൊക്കെ പറഞ്ഞു തരാം, നീ മിണ്ടാതെ കേട്ടോളണം. എന്റെ പൊന്നോ ശരി. മക്കൾ ഒരു കാര്യം ചെയ്യ്, മക്കൾ അടുക്കളയിലേക്ക് ചെല്ലി.
എന്നിട്ട് അടുക്കളയിൽ മമ്മിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്തു കൊടുക്ക്. കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ മതി കേട്ടോ. പിന്നെ ശ്രദ്ധിക്കണം, വലിയ പണികളൊന്നും ചെയ്യണ്ട, കുഞ്ഞു കുഞ്ഞു പണികൾ ചെയ്താൽ മതി. വല്ല പാത്രം കഴുകി വെക്കലോ അങ്ങനെ എന്തെങ്കിലും പണികൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മമ്മിക്ക് വളരെ സന്തോഷമാകും. അങ്ങനെ മമ്മിക്ക് സന്തോഷമാകുമ്പോഴേ മമ്മി മക്കൾക്ക് ഫ്രഞ്ച് ഫ്രൈസോ ബിരിയാണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. ശരി ശരി, ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യാം. അയ്യോ പാവം പാവം, അപ്പോഴത്തേക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ അടുക്കളയിലത്തെ പാത്രം മുഴുവൻ അവൾ തന്നെ കൈവെക്കും. അയ്യോ മണ്ടത്തി. ഞാനിപ്പോൾ എന്ത് സഹായം മമ്മിക്ക് ചെയ്തു കൊടുക്കാ? ചോറും കറിയൊക്കെ മമ്മി ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഒത്തിരി പാത്രം കഴുകാൻ കിടക്കുന്നുണ്ടല്ലോ. ചേച്ചി പറഞ്ഞതുപോലെ ഈ പാത്രം മുഴുവൻ കഴുകി വെച്ചു കൊടുക്കാം. ഈ പാത്രം മുഴുവൻ കഴുകിയിട്ട് മമ്മിയെ സോപ്പിടാം. അതിന് സിങ്കിന് എന്തൊരു പൊക്ക. ഇതെങ്ങനെ ഈ പാത്രം മുഴുവൻ ഞാൻ കഴുകി വെക്കും? ഇത് കഴുകി വെക്കാൻ എനിക്ക് എത്തില്ലല്ലോ. എന്ത് ചെയ്യും ഞാൻ? ഒരു ഐഡിയ ഉണ്ട്. ഈ തണയുടെ മുകളിൽ കയറിയിരിക്കാം, എന്നിട്ട് മുഴുവൻ പാത്രവും കഴുകി വെക്കാം. ഈ തണയുടെ മുകളിൽ കയറിയിരുന്നാലേ കറക്റ്റ് എനിക്കുള്ള പൊക്കം കിട്ടും. എന്നിട്ട് എല്ലാ പാത്രവും കഴുകി വെച്ചിട്ട് വേണം മമ്മിക്ക് കാണിച്ചു കൊടുക്കാൻ. ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴുകി വെച്ചത് കാണുമ്പോൾ മമ്മിക്ക് പേർത്ത് സന്തോഷാവും. ഇതിന്റെ മുകളിൽ എങ്ങനെയെങ്കിലും കയറിയിരിക്കാം. അയ്യോ, ഇങ്ങനെ കയറിയിരുന്നിട്ടും എനിക്ക് കപ്പും പാത്രങ്ങളും ഒന്നും എത്തുന്നില്ലല്ലോ. അയ്യോ, പാത്രങ്ങളൊക്കെ മുഴുവൻ താഴെ വീണല്ലോ. അയ്യോ അമ്മേ, ഞാനും വീണേ. അയ്യോ രക്ഷിക്കണേ, ഞാൻ താഴെ വീണേ. ഈ പാത്രങ്ങളും പൊട്ടിയേ. അയ്യോ മക്കളെ, പിങ്കി മോളെ, ഇതെന്നാ പറ്റിയതാ? മമ്മി, ഞാൻ തടിയുടെ മുകളിൽ നിന്ന് തെന്നി വീണതാ മമ്മി. തെന്നി വീണതോ? എന്റെ മക്കളെ, നീ എന്തിനാ ഇപ്പൊ സിങ്കിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? അത് ഞാൻ മമ്മിയെ സഹായിക്കാൻ വേണ്ടിട്ട് പാത്രം കഴുകാൻ വന്നതാ. പാത്രം കഴുകാനോ? നിന്നോടാ ഇപ്പൊ പാത്രം കഴുകാൻ പറഞ്ഞത്? അത് പിന്നെ മമ്മി, അത് ഞാൻ മമ്മിക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് ഓർത്താ. സഹായം ചെയ്യാൻ പറ്റിയ ഒരാള്. എടി പെണ്ണെ, നിനക്കറിയില്ല നിന്റെ കൈ അവിടെ എത്തില്ലെന്ന്. അതുകൊണ്ടാ മമ്മി ഞാൻ ഈ കൗണ്ടർ ടോപ്പിലേക്ക് കയറിയത്, അവിടെ നിന്നും കഴുകി വെക്കാൻ വേണ്ടിട്ട്. അല്ല, നിന്നോടാ ഇപ്പൊ ഇതിന്റെ മുകളിലൊക്കെ വലിഞ്ഞിട്ട് കയറാൻ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി പറഞ്ഞിട്ടാ മമ്മി. മമ്മി ചേച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുത്തില്ലേ? എന്ത് ഫ്രഞ്ച് ഫ്രൈസാ? ഇതെപ്പ ഉണ്ടാക്കി? അത് ചേച്ചി എന്നോട് പറഞ്ഞു. ചേച്ചി മമ്മിക്ക് സഹായിച്ചു തന്നപ്പോ മമ്മി ചേച്ചിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുത്തെന്ന്. അതുപോലെ ചേച്ചി എന്നോട് മമ്മിയെ സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ മമ്മി എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ മമ്മി ഞാൻ ഈ പാത്രം കഴുകാൻ കയറിയത്. ഡി ലച്ചു, ലച്ചു ഒന്നിങ്ങ് വന്നേ. എന്താ മമ്മി വിളിച്ചേ? നീ എന്തിനാണ് പിങ്കി മോളോട് പാത്രം കഴുകി വെക്കാൻ പറഞ്ഞത്? ദേ അവിടെ എത്തി തലയുടെ മുകളിൽ നിന്ന് തലയും കുത്തി താഴെ വിട്ട് പോകണത് കണ്ടാ? അത് ഞാൻ മമ്മിയോട് പറഞ്ഞില്ലേ അവളെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കാമെന്ന്. അമ്പടി ചേച്ചി, അപ്പഴേ ചേച്ചിയുടെ അടവായിരുന്നല്ലേ? അല്ലാതെ പിന്നെ? അല്ല അത് പോട്ടെ, നിനക്ക് എവിടുന്നാ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയത്? അതില്ലേ മമ്മി, ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഞാൻ വെറുതെ ഇവിടെ പറ്റിക്കാൻ വേണ്ടിട്ട് മമ്മി ഉണ്ടാക്കി തന്നാണെന്ന് പറഞ്ഞതാണ്. സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാനാ? അമ്പടി കള്ളി. നിനക്ക് ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യാൻ എവിടുന്നാണ് പൈസ കിട്ടിയത്? അതോ, അത് മമ്മി കുറിക്കടിക്കാൻ വേണ്ടിട്ട് മേശപ്പുറത്ത് പൈസ വെച്ചില്ലേ, അത് എടുത്തിട്ടാ ഞാൻ വാങ്ങിയത്. കുറിയടിക്കാൻ വെച്ച പൈസ എടുത്തിട്ടോ? അയ്യോ മമ്മി തലല്ലേ. അയ്യോ എന്തിനാ മമ്മി എന്നെ ഇങ്ങനെ തലണത്? ഞാൻ മമ്മിക്ക് ഒരു സഹായം ചെയ്യാൻ വേണ്ടിട്ടല്ലേ, പിങ്കി മോൾ പാത്രം കഴുകാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത്. ചേച്ചി ചേച്ചി, എന്താ? ചേച്ചി ഉറങ്ങുകയാ? അല്ലടി അല്ല, ഞാനിവിടെ തിരുവാതിര കളിക്കുകയാ. ചേച്ചിയുടെ ഒരു തമാശ. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? വെറുതെ. ഹായ്, മേക്കപ്പ് ബോക്സും ലിപ്സ്റ്റിക്കുമോ? ഇതേതാ ഈ ലിപ്സ്റ്റിക്ക്? ഇത് പുതിയ ലിപ്സ്റ്റിക് ആണോ? ദേ അവിടെ വെക്കടി എന്റെ ലിപ്സ്റ്റിക്ക്. ഇതേതാ ചേച്ചി? നല്ല റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക്. ഇത് എനിക്ക് നന്നായിട്ട് ചേരും. തന്നെ എന്റെ പൊന്നു മോൾക്ക് നന്നായിട്ട് ചേരുമോ? അതെ എനിക്ക് ചേരുമല്ലോ ചേച്ചി ഇത്. എങ്കിലേ മോളത് കിട്ടിയ സ്ഥലത്ത് കിട്ടിയ പോലെ തന്നെ തിരിച്ചു വെച്ചേക്ക്. എന്റെ ഒരു സാധനത്തെ മേലെ നീ തൊട്ടു പോകരുത്. പറഞ്ഞില്ലാന്ന് വേണ്ട. ചേച്ചി എന്തോന്ന്
ചേച്ചിയും കീച്ചിയും ഒക്കെ? കുറച്ചു മുന്നേ നീയല്ലേ നിന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ ഈ ചേച്ചി വിളിയൊന്നും കേട്ടില്ലല്ലോ. ഒരത് പിന്നെയുമില്ല. വേഗം കിട്ടിയ സ്ഥലത്ത് തന്നെ അത് വെച്ചോ. അവളെന്റെ ലിപ്സ്റ്റിക് എടുക്കാൻ വന്നിരിക്കുന്നു. ഇനി നോക്കിക്കോ നീ. ലിപ്സ്റ്റിക് മാത്രമല്ല, എന്റെ ഒരു മുട്ട സൂചി പോലും നിനക്ക് ഞാൻ തരില്ല. എന്തൊക്കെയായിരുന്നു അവളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ചുള്ള ഷൈനിക്കൽ. എടി, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ ഷൈനിക്കലൊക്കെ കഴിഞ്ഞിട്ട് നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാ വരാൻ പോകുന്നതെന്ന്. ചേച്ചി, അങ്ങനെയൊന്നും പറയാതെ. അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ശൈലിച്ചതൊന്നുമല്ല. അല്ലാതെ പിന്നെ പിന്നെ നീ എന്തോ ചെയ്തതാ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ അന്നേരം അനുസരിച്ചോ? അതിന് ചേച്ചി എന്നോട് ഗ്രൗണ്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരാനല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വിളിച്ചപ്പോൾ അപ്പം നീ വന്നില്ലല്ലോ, പിന്നെ അതിന് ഇപ്പം വരുന്നത്? ഇനി നീ വരികയോ വരാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്റെ ലിപ്സ്റ്റിക് എന്നാ നീ കൈകൊണ്ട് തൊട്ടാൽ അത് മര്യാദയ്ക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ തിരിച്ചു വെച്ചോ. അതെ, ഞാൻ ഇന്നലെ പുതിയ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാ. മേമയുടെ മോളുടെ കല്യാണത്തിന് പോകുമ്പോൾ എനിക്കിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഞാനത്. ചേച്ചി, മേമയുടെ മോളുടെ കല്യാണം എനിക്കുമില്ലേ? അപ്പോൾ എനിക്കും ഇടണ്ടേ ലിപ്സ്റ്റിക്? അല്ലെങ്കിൽ തന്നെ എപ്പോഴും ചേച്ചി മാത്രം ഇങ്ങനെ സുന്ദരിയായി നടന്നാൽ മതിയോ? എനിക്ക് സുന്ദരിയാവണ്ടേ? മുട്ടേന്ന് വീണിട്ടില്ല, അവൾക്ക് ലിപ്സ്റ്റിക് വേണം പോലെ. ലിപ്സ്റ്റിക് ശരി, എങ്കിൽ എനിക്ക് ഈ ലിപ്സ്റ്റിക് വേണ്ട. ഇത് ചേച്ചി തന്നെ എടുത്തോ. അങ്ങനെ മര്യാദയ്ക്ക് വാ. പകരം എനിക്ക് ഈ മേക്കപ്പ് ബോക്സ് മതി. ഹായ്, എന്തൊരു നല്ല മേക്കപ്പ് സെറ്റ് ഇത്. ഇതിൽ എന്തോരം കളർ ഐഷാഡോസ് ഒക്കെ ഉള്ളത്. നോക്ക് ചേച്ചി, ഞാൻ മേമയുടെ മോളുടെ കല്യാണത്തിനുള്ള ഡ്രസ്സിന്റെ കളർ ഐഷാഡോ ഉണ്ടല്ലോ ഇതില്. അത് മാത്രമല്ല റോസ് പൗഡറും കോമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എനിക്കിത് മതി. തന്നെ മതിയോ? മോക്കിത് മതിയോ? ഇത് മതി ചേച്ചി. നിന്നോടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് എന്റെ ഒരു സാധനം തരില്ലാന്ന്, ഒരു മുട്ട സൂചി പോലും നിനക്ക് ഞാൻ തരില്ലാന്ന്. മര്യാദയ്ക്ക് അവിടെ വെക്കാനാ പറഞ്ഞത്. വച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഈ റൂമിൽ നിന്ന് തന്നെ പുറത്താക്കും. പിന്നെ ഇത് ചേച്ചിയുടെ മാത്രം റൂമൊന്നുമല്ലല്ലോ, ഇത് എന്റെയും കൂടെ റൂമല്ലേ. അപ്പൊ ഇതിലുള്ള സാധനം മുഴുവൻ എന്റെയും കൂടിയാണ്, അല്ലാതെ ചേച്ചിയുടെ മാത്രമല്ല. എന്റെ സാധനത്തെ തൊട്ട് കളിച്ചിട്ട് എന്നോട് തർക്കിക്കുന്നോ? ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. മോങ്ങിക്കോ, പശു മോങ്ങണത് പോലെ മോങ്ങിക്കോ നീ. എന്നാലും എന്റെ ഈ സാധനം ഞാൻ തരില്ല. കള്ളക്കരച്ചലം കൊണ്ട് വന്നിരിക്കുന്നു അവൾ. വേഗം ചെല്ല് പൊന്നുമോള്. അമ്മയെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നു, അവിടെ പോയി വേഗം പോയി പറഞ്ഞു കൊടുത്തോ. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ എന്റെ മേക്കപ്പ് സാധനം ഒന്നും പോലും നിനക്ക് തരില്ല. എന്താ കൊച്ചേ മോങ്ങിക്കൊണ്ട് വരുന്നത്? രാവിലെ തന്നെ തുടങ്ങിയോ? നീ ആരുടെ കാര്യമായി പറയണത്? കുരുത്തം കെട്ടവളെ, മൂത്തവളെയാണടി അവളെ ഇവളെ എന്നൊക്കെ വിളിക്കണത്. അവളെ നിന്റെ എത്ര വയസ്സിന് മൂത്തതാണ്? നിന്നോടാണടി അവളെ കാര്യം അങ്ങനെയൊക്കെ വിളിക്കാൻ പറഞ്ഞത്?
കുത്താൻ എന്തടി പോത്തോ? പോത്തല്ല, പശു. കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. ഇങ്ങനെ നുണ പറയട്ടോ ചേച്ചി. ഞാനെന്ത് നുണ പറഞ്ഞെന്നാ? ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമാണെന്നോ? ഞാൻ ചേച്ചിയോട് 1000 പ്രാവശ്യം ചോദിച്ചില്ലേ ആ മേക്കപ്പ് ബോക്സും ലിപ്സ്റ്റിക്കും ഞാനും കൂടെ ഉപയോഗിച്ചോട്ടെ എന്ന്? എന്നിട്ട് ചേച്ചി എന്നെ സമ്മതിച്ചോ? മേമയുടെ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വാങ്ങിയതാണെന്നല്ലേ ചേച്ചി എന്നോട് പറഞ്ഞത്? അതെ, അതെല്ലോ അങ്ങനെ തന്നെയാ വാങ്ങിയത്. പക്ഷെ നിന്നോട് ഉപയോഗിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മമ്മി നോക്ക് മമ്മി, ദേ ചേച്ചി പച്ച കളവാണ് പറയണത്. സത്യമാ മമ്മി ഞാനീ പറയണത്. ഇവിടെ വല്ല CCTV ഉണ്ടെങ്കിൽ ഞാൻ ഈ സത്യം തെളിയിച്ചേനെ. ഒന്ന് നീട്ടുന്നുണ്ടോ രണ്ടും കൂടെ? കുറെ സമയമായി ഞാൻ ക്ഷമിക്കുന്നു. ദേ ഈ ഗ്യാസ് മേലെ തിളച്ച വെള്ളമുണ്ട്, ആ നേരത്തെ രണ്ടിന്റെ മൂന്നേമ ഞാൻ ഒഴിച്ചു തരും. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിനുണ്ട് പരിധി. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ദേ ഞാനൊരു കാര്യം മര്യാദയ്ക്ക് പറയാം. എല്ലാ സാധനവും രണ്ടുപേരും ഒരുമിച്ച് ഉപയോഗിച്ച് കൊള്ളണം. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അല്ലാണ്ട് നിനക്ക് അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം പോലും വാങ്ങി തരില്ല. അതൊക്കെ ഈ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും മമ്മി. എന്നോട് എന്ത് പറയാനാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ദേ പിങ്കി മോളെ, നിന്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവൾ വന്നോളും. മമ്മി ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ? ഇവളാണ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. നിന്നൊക്കെ വയസ്സ് മൂത്തോളെന്ന് ഇവളെന്നൊക്കെ വിളിക്കുന്നോ? അയ്യോ മമ്മി വീട് വീട്. ദേ എന്റെ മുന്നിൽ നിന്ന് രണ്ടുപേരും ഇപ്പം പോയിക്കൊള്ളണം. അല്ലെങ്കിൽ ഈ അടുക്കളയിലുള്ള മുഴുവൻ പണി നിങ്ങൾ ചെയ്യേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യേ കിട്ടണം കിട്ടണം. ഇപ്പം മനസ്സിലായില്ലടി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. ആ ഗ്രൗണ്ടിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തപ്പോ തൊട്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിനക്കിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പണി തരുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്കിക്കോടി, ഇതിനൊക്കെ ശിക്ഷ നിനക്ക് കിട്ടും കളവിങ്ങനെ പറഞ്ഞതിന്. എന്റെ പൊന്നു നോക്കിപ്പോ ചേച്ചിയുടെ വില മനസ്സിലായില്ലേ? ആദ്യം നീ എന്നെ ബഹുമാനിക്കാൻ പഠിക്കും, എന്നിട്ട് നീ ആലോചിക്കാം എന്റെ കയ്യിലുള്ള സാധനം നിനക്ക് തരണോ തരണ്ടയോ എന്ന്. ഓഹോ, അപ്പൊ അതാണല്ലേ സംഭവം. എടി ലച്ചു, എനിക്ക് അപ്പോഴേ നിന്നെ സംശയമുണ്ടായിരുന്നു. എന്തോ ഒരു കുരുത്തക്കട നിന്റെ കയ്യിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഒളിച്ചു നിന്നത്. ഇപ്പൊ എനിക്കൊക്കെ മനസ്സിലായി. ദേ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാം, ഇവൾക്ക് നിന്റെ കയ്യിലുള്ള മുഴുവൻ സാധനങ്ങളും കൊടുത്തോളണം. അതൊക്കെ ഇനി മുതൽ ഇവളുടെ സ്വന്തം. മമ്മി എന്തോന്ന് മമ്മീന്ന് മിണ്ടി പോകരുത് നീ. ഹോ എന്താ അവളുടെ ഒരു അഭിനയം.